നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂരിൽ 76-കാരിയെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ബലാത്സംഗ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന പോലീസ്. കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് മദ്യപാന സദസ്സിലെ വെളിപ്പെടുത്തലിൽ. ആമ്പല്ലൂർ അടിപ്പാതയുടെ പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇളകിയ നിലയിൽ. പ്രശ്നത്തിൽ ഇടപെടാതെ ദേശീയപാത അതോറിറ്റി. ആശങ്കയിൽ പ്രദേശവാസികൾ. കുളവാഴയും ചെണ്ടിയും നിറഞ്ഞ ചേറ്റുപുഴ KLDC കനാലിൽ ഒഴുക്ക് നിലച്ചു. അരിമ്പൂർ മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന് ആശങ്ക. വടക്കാഞ്ചേരി കാഞ്ഞിരക്കൂട് നിയന്ത്രണം വിട്ട ആംബുലൻസ് ഇടിച്ച് അപകടം. 3 പേർക്ക് പരിക്ക്. കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂരിൽ 76-കാരിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ കേസിൽ പ്രതി അറസ്റ്റിൽ. കൃത്യം നടത്തിയത് ബലാത്സംഗ ശ്രമത്തിനിടെയെന്ന് പോലീസ്. ചേലക്കര സ്വദേശിനി വില്ലടത്ത് വീട്ടിൽ സന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പെരുമ്പാവൂർ സ്വദേശി ചിറ്റേത്ത് സുരേഷിനെയാണ് ടെമ്പിൾ SHO വിനോദ് വലിയട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 9-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3-നാണ് ദാരുണമായ സംഭവം നടന്നത്. കൊല്ലത്ത് മകനോടൊപ്പം താമസിച്ചിരുന്ന സന്താനവല്ലി ഒരാഴ്ച മുൻപാണ് ഗുരുവായൂരിലെത്തിയത്. ക്ഷേത്ര പരിസരത്ത് കഴിഞ്ഞു വരികയായിരുന്ന വയോധികയുമായി പ്രതിയായ സുരേഷ് പരിചയപ്പെടുകയായിരുന്നു. സുരക്ഷിതമായി താമസിക്കാൻ സ്ഥലം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഇവരെ സുരേഷ് വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭക്ഷണം കഴിച്ച ശേഷം സുരേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു. ഇതിനിടെ പ്രതി സന്താനവല്ലിയെ പിടിച്ചു തള്ളിയപ്പോൾ തല ചുമരിൽ ശക്തമായി ഇടിച്ചു. തുടർന്ന് ഇവർ മരിച്ചുവെന്ന് കരുതിയ പ്രതി കല്ലുകെട്ടി കിണറ്റിൽ തള്ളുകയായിരുന്നു. കൃത്യത്തിന് ശേഷം സുഹൃത്തുമായി മദ്യപിക്കുന്നതിനിടെയാണ് പ്രതി കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. സുഹൃത്ത് ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിച്ചു. തുടർന്ന് ടെമ്പിൾ പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ശനിയാഴ്ച രാത്രി 12 മണിയോടെ കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തു. TCV ഗുരുവായൂർ. ദേശീയപാതയിലെ ആമ്പല്ലൂർ അടിപ്പാതയുടെ പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇളകിയ നിലയിൽ. പ്രശ്നത്തിൽ പ്രദേശവാസികൾ പലതവണ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ആമ്പല്ലൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുൻപിലുള്ള പാർശ്വഭിത്തിയുടെ അടിഭാഗത്തുള്ള കോൺക്രീറ്റ് ബ്ലോക്കാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. മഴ ശക്തമായതോടെ വെള്ളം ബ്ലോക്കുകൾക്കുള്ളിലൂടെയാണ് ഒഴുകുന്നത്. പാലത്തിൽ ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഇളക്കമുള്ള അടിഭാഗം ഇടിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇളക്കമുള്ള മണ്ണിൽ ശരിയായ ബലപരിശോധന നടത്താതെയാണ് അടിപ്പാത നിർമ്മാണം തുടങ്ങിയതെന്ന ആരോപണം നേരത്തെയുണ്ടായിരുന്നു. ആമ്പല്ലൂരിലെ അടിപ്പാത പണി പൂർത്തിയാവുകയും അനൌദ്യോഗികമായി വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തതുമാണ്. തമിഴ്നാട് നാമക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PST എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ നിശ്ചിത സമയത്ത് അടിപ്പാത പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതോടെ ഈ കമ്പനിയെ ദേശീയപാത അതോറിറ്റി തുടർന്നുള്ള കരാറുകളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. TCV പുതുക്കാട്. കുളവാഴയും ചണ്ടിയും നിറഞ്ഞ ചേറ്റുപുഴ KLDC കനാലിൽ ഒഴുക്ക് നിലച്ചു. അരിമ്പൂർ മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന് ആശങ്ക. ആഴ്ചകളായി KLDC കനാലിൽ വന്നടിഞ്ഞ കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യണമെന്ന കർഷകരുടെ ആവശ്യത്തിന് ബന്ധപ്പെട്ടവർ ചെവി കൊടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. KLDCയുടെ അനാസ്ഥയും അശ്രദ്ധയുമാണ് ഇതിന് കാരണമെന്നും പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും ചാലാടി പഴംകോൾ കൂട്ടുകൃഷി പാടശേഖര സമിതി സഹകരണ സംഘം പ്രസിഡന്റ് KK ശശിധരൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ചണ്ടിയും കുളവാഴയും നിറയുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ തോതിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ, സെപ്റ്റംബർ മാസങ്ങളിലായി അരിമ്പൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലെയും നെൽകൃഷി ഇറക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജലം സുഗമമായി ഒഴുകിപ്പോകാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കാർഷിക മേഖലയിലടക്കം പണികൾ വലിയ തോതിൽ വൈകാനും കൂടി ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ കൃഷിക്കാർ ഭയപ്പെടുന്നത്. മഴ പെയ്തുണ്ടാകുന്ന അധികജലം ചേറ്റുപുഴ കനാലിലൂടെയാണ് ഏനാമാക്കൽ ഫേസ് കനാൽ വഴി കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്.
കനാലിൽ ചണ്ടിയും കുളവാഴിയും നിറഞ്ഞതോടെ മഴവെള്ളം ഒഴുകിപ്പോകുന്നത് നിലച്ചു. കനത്ത മഴ തുടർന്നാൽ ഇതുമൂലം അരിമ്പൂർ, മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലാകും. അരിമ്പൂർ പഞ്ചായത്തിലെ നിരവധി പാടശേഖരങ്ങൾ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നെൽകൃഷി ഇറക്കാൻ ആവശ്യമായ പ്രവൃത്തികൾ തുടങ്ങുന്ന സമയമാണ്. ജലസേചന സൗകര്യങ്ങൾ മുടങ്ങി സമയബന്ധിതമായി നടക്കേണ്ട കൃഷിയിറക്ക് അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. TCV തൃശൂർ. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിലെ കാഞ്ഞിരക്കോട് നിയന്ത്രണം വിട്ട ആംബുലൻസ് ഇടിച്ച അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. മരവൂർ കുണ്ടുകാട്ടിൽ കുമാരൻ, ഭാര്യ ലളിത, വെട്ടുകാട്ടിൽ രഘു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരവൂരിൽ നിന്നും കുഴഞ്ഞു വീണ രോഗിയുമായി വരുന്നതിനിടെ എതിരെ വന്ന കാറിന് സൈഡ് കൊടുക്കുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് സമീപത്തെ സൂചനാ ബോർഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ ഗതാഗതക്കുരുക്കുണ്ടായി. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത കയ്പമംഗലം പനമ്പിക്കുന്നിൽ KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കാലിന് ഗുരുതര പരിക്കേറ്റ മലപ്പുറം എരമംഗലം സ്വദേശി ഉണ്ണികൃഷ്ണനെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കാളമുറി മേൽപ്പാലം ഇറങ്ങിയ ശേഷം സർവീസ് റോഡിലേക്ക് തിരിയുന്നതിനിടെ വഴിയമ്പലം മേൽപ്പാലം ഇറങ്ങിവന്ന ബൈക്കിൽ ബസ്സിടിക്കുകയായിരുന്നു. തെറ്റായ ദിശയിലേക്ക് ബസ് എടുത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടം നടന്ന ഉടൻ ബസ് ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ ഉലുവാമ്പെട്ടി സ്വദേശി 27 വയസ്സുള്ള തമിഴ് അഴകനാണ് മരിച്ചത്. തമിഴഴകനും സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം 13 പേരാണ് അവധി ആഘോഷത്തിന്റെ ഭാഗമായി ബീച്ചിലെത്തിയത്. സംഘത്തിലെ 4 പേർ കടലാക്രമണത്തെ വകവയ്ക്കാതെ കുളിക്കാനിറങ്ങുകയായിരുന്നു. അപകട സാധ്യത മനസ്സിലാക്കി മത്സ്യത്തൊഴിലാളികൾ ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടെ കരയ്ക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തമിഴഴകൻ ചുഴിയിലകപ്പെട്ടത്. നാട്ടുകാരും തീരദേശ പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് മൃതദേഹം സ്നേഹതീരം പാർക്കിന് തെക്ക് കരയ്ക്കടിഞ്ഞത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. 185 വിവാഹങ്ങളാണ് ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. മിഥുനമാസത്തിലെ മുഹൂർത്തമുള്ള ദിവസമായതിനാലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. 721 കുട്ടികൾക്ക് ചോറൂണും നൽകി. നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നത് മുതൽ ഭക്തരുടെ നീണ്ട വരിയായിരുന്നു. 4 മണ്ഡപങ്ങളിലായാണ് താലികെട്ട് നടന്നത്. 11 മണിവരെ ക്ഷേത്രത്തിനകത്തും പുറത്തും വൺവേ സംവിധാനത്തിലൂടെയാണ് ഭക്തരെ നിയന്ത്രിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ ചാലക്കുടിയിൽ വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചു. മകൾ ഉണ്ണിമായയുടെ സഹപാഠി മേരി വർഗീസിന്റെ വിവാഹത്തിലാണ് പങ്കെടുത്തത്. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, വികാരി ഫാദർ വർഗീസ് പാത്താടൻ, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs.
വാർത്തകളിലേക്ക്. 4 ദിവസങ്ങളിലായി ചാവക്കാട് മണത്തലയിൽ നടന്നുവന്ന SSF ജില്ലാ സാഹിത്യോത്സവിന് സമാപനം. സാഹിത്യോത്സവിൽ കൈപ്പമംഗലം ഡിവിഷൻ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ആതിഥേയരായ ചാവക്കാട് ഡിവിഷൻ 2ാം സ്ഥാനം നേടി. തൃശൂർ, വടക്കാഞ്ചേരി ഡിവിഷനുകൾ 3ാം സ്ഥാനം പങ്കിട്ടെടുത്തു. സമാപന ചടങ്ങിൽ സയ്യിദ് ഫസൽ തങ്ങൾ അവാർഡ് ദാനം നിർവഹിച്ചു. മുഹമ്മദ് ഷഫി ഖാദരി അധ്യക്ഷനായിരുന്നു. SSF സംസ്ഥാന സെക്രട്ടറി KP അനസ്, KM മുഹമ്മദ് അനസ്, അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ ഭക്തിസാന്ദ്രം. തോമസ് ലീഹ തലയകുളത്തിൽ തർപ്പണാത്ഭുതം നടത്തി മാമോദീസ നൽകിയതിന്റെ ഓർമ്മയ്ക്കായാണ് തർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റോയ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകി. തലയകുളത്തിൽ നടന്ന സമൂഹ മാമോദീസയ്ക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോകകപ്പിലെ അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം കാണാൻ ത്രിപുര TSGA സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് എത്തി. TSGA ചെയർമാൻ TN പ്രതാപന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു. മന്ത്രിക്ക് ഫുട്ബോൾ ലോകകപ്പിന്റെ മാതൃക പ്രതാപൻ കൈമാറി. തുടർന്ന് മത്സരം മുഴുവനായി കണ്ട് ഫുട്ബോൾ ആരാധകരുമായി ആവേശം പങ്കുവച്ചാണ് മന്ത്രി മടങ്ങിയത്. TSGA കമ്മിറ്റി അംഗങ്ങളായ CM നൌഷാദ്, CG അജിത് കുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു. ചാലക്കുടി കോടതി ജംഗ്ഷൻ അടിപ്പാതയിൽ ഹാൻഡ് റെയിൽ ഘടിപ്പിക്കുന്നു. വീതി കുറച്ച നടപ്പാതയിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇരുമ്പിന്റെ ഹാൻഡ് റെയിൽ ഘടിപ്പിക്കുന്നത്. നഗരസഭയുടെ ആവശ്യപ്രകാരം ദേശീയപാത അതോറിറ്റിയാണ് പ്രവൃത്തി നടത്തുന്നത്. സർവീസ് റോഡുകളുടെ വീതി വർദ്ധിപ്പിക്കുക, ബെൽമൌത്ത് ഒരുക്കുക തുടങ്ങിയ തീരുമാനങ്ങളും ഇനി നടപ്പിലാക്കാനുണ്ട്. തിരുവില്ലാമല മലേശ്യമംഗലം 7ാം വാർഡിലെ പ്ലാവിൻചുവട് സെന്ററിലെ ദ്രവിച്ച മരം പൊതുജനത്തിന് ഭീഷണിയാകുന്നു. 100-ലധികം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്ലാവാണ് അപകടാവസ്ഥയിലുള്ളത്. ഇതിനടുത്തായി കച്ചവട സ്ഥാപനങ്ങളും ബസ് സ്റ്റോപ്പും വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. കാറ്റും മഴയും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ അധികൃതർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഈ പ്ലാവ് ഏകദേശം 70 വർഷത്തോളം പഴക്കമുണ്ട്. എൻ്റെ പരിചയപ്രകാരം അത് മോള് മുതൽ അടിവരെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ബസ് വെയിറ്റിങ്ങിന് നിൽക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത് ഏത് നിമിഷം വീഴാവുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ കാറ്റും മഴയും ഇവിടെ തന്നെ ഇപ്പോൾ അടുത്ത ഒരു കാറ്റും മഴയും വന്നതിൽ തന്നെ തെങ്ങ് വീണു, പല സ്ഥലത്തും മരങ്ങൾ പൊട്ടി വീണു. അപ്പോൾ ശ്രദ്ധിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഏത് സമയത്തും വീഴാനുള്ള സാധ്യതയുണ്ട്. തിരുവല്ലാമല ആക്കാപ്പറമ്പ് റോഡ് തകർച്ചയിൽ. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി ചാൽ നിർമ്മിച്ചത് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. കുണ്ടും കുഴിയുമായ റോഡിൽ അപകടങ്ങളും പതിവാണ്. മഴ ശക്തമായതോടെ പ്രദേശവാസികളുടെ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ്. വർഷങ്ങളായി ഇവിടെ റോഡ് പണിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ റോഡ് പണി ചെയ്യാണ്ട് കുണ്ടും കുഴിയായിട്ട് വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റാണ്ട് സ്കൂട്ടിയൊക്കെ മറിഞ്ഞു പോവാണ്. അപ്പോൾ അത് കാരണം സ്ഥലം വിട്ടുകൊടുത്തവർക്ക് പോലും ഇപ്പോൾ നടക്കാൻ പറ്റാത്ത വഴി ഇതായി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നഗരസഭ ഓഫീസ് മുതൽ കാർമൽ സ്കൂൾ വരെയുള്ള ഭാഗത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നതിന് നടപടികളായി. ആക്ട് സംഘടന നൽകിയ പരാതിയിൽ ജില്ലാ കളക്ടറാണ് ഉത്തരവിറക്കിയത്. നഗരസഭാ പാർക്ക്, പൊതുമരാമത്ത്, മെക്കാനിക്കൽ വിഭാഗം ഓഫീസ് എന്നീ കോമ്പൗണ്ടുകളിലാണ് കാലപ്പഴക്കം മൂലം നിരവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. വിദ്യാലയങ്ങളിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും നിരവധി ആളുകൾ ഈ വഴിയാത്ര ചെയ്യുന്നുണ്ട്. മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് എഞ്ചിനീയർക്കും ITI പ്രിൻസിപ്പലിനും കത്ത് നൽകിയിരുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു പറഞ്ഞു. പാറളിക്കാട് നൈമിഷാരണ്യത്തിൽ വ്യാസപ്രസാദം പ്രതിമാസ സത്സംഗ പരമ്പരയുടെ 36ാം സർഗത്തിൽ സ്വാമി നിഖിലാനന്ദ പ്രഭാഷണം നടത്തി. പ്രണതി സ്വരൂപ എന്നിവർ ക്ലാസ് എടുത്തു. വ്യാസ തപോവനം അധ്യക്ഷൻ പ്രൊഫസർ സാധു പത്മനാഭൻ, AK ഗോവിന്ദൻ, K വിജയൻ മേനോൻ, രമേശ് കേച്ചേരി, സ്വാമി ദേവപാലൻ എന്നിവർ സംസാരിച്ചു. റംബൂട്ടാൻ, ഞാവൽപ്പഴം, പേരയ്ക്ക എന്നിവയ്ക്ക് പിന്നാലെ പച്ച ഈന്തപ്പഴവും തെരുവോര കച്ചവടത്തിൽ പ്രിയ ഇനമാകുന്നു. ചാലക്കുടിയിലെ പ്രധാന റോഡിലല്ല മറ്റു പഴങ്ങൾക്കൊപ്പം ക്രിമി എന്ന അറബി പേരിൽ അറിയപ്പെടുന്ന പച്ച ഈന്തപ്പഴം വിൽപ്പനയ്ക്കെത്തിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഫ്രൂട്ട് സ്റ്റാളുകളിൽ ഇവയുടെ വിൽപ്പനയുണ്ടെങ്കിലും നിരത്തിലെ ഇനമാകുന്നത് ഇതാദ്യം.
രണ്ടാഴ്ച മുൻപ് കച്ചവടം തുടങ്ങുമ്പോൾ കിലോയ്ക്ക് 140 വില ഇപ്പോൾ 20 രൂപ കുറഞ്ഞു. നിരവധി പോഷകങ്ങളടങ്ങിയ പച്ച ഈന്തപ്പഴത്തിന്റെ ഉപയോഗം വിനോദസഞ്ചാരികളും ഏറ്റെടുക്കുകയാണ്. സ്വർണ്ണ നിറത്തിലുള്ളവയാണ് കൂടുതലും വിപണിയിലെത്തുന്നത്. തവിട്ടു നിറത്തിലുള്ളതും കാണാം. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ നിന്നും കേരളത്തിൽ കൊണ്ടുവരുന്ന ഇവയുടെ അളവ് ഗണ്യമായി കൂടിയെന്ന് കച്ചവടക്കാർ പറയുന്നു. കോട്ടയം ജില്ലയിൽ ചില സ്ഥലത്ത് വ്യാവസായികാടിസ്ഥാനത്തിൽ പച്ച ഈന്തപ്പഴ കൃഷിക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ചാവക്കാടും ഈന്തപ്പന കൃഷി പരീക്ഷിക്കുന്നു. വീടിന്റെ തൊടികളിലും പച്ച ഈന്തപ്പന വളർത്തുന്ന പ്രവണത കൂടുകയാണ്. TCV ചാലക്കുടി. യുവജനങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ യങ് ഡെമോക്രാറ്റ്സ് തൃശൂർ ജില്ലാ യൂത്ത് അസംബ്ലി തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. SDPI ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. യങ് ഡെമോക്രാറ്റ്സ് സംസ്ഥാന സമിതി അംഗം അദ്നാൻ അധ്യക്ഷത വഹിച്ചു. സുഹൈബ് ഒഴൂർ, സുഹാന ബുഖാരി, റാഫി താഴത്തേതിൽ, അജ്മൽ എടവിലങ്ങ്, ജീവൻ പുന്നയൂർക്കുളം എന്നിവർ സംസാരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി വില്ലേജ് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. KSKTU വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് K. ശാരദാമ അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി ട്രഷറർ PN അനിൽകുമാർ, ഏരിയ അംഗങ്ങളായ OB സുബ്രഹ്മണ്യൻ, TK ശിവൻ, പരമേശ്വരൻ നായർ, സുമന സുഗതൻ, OS മനോജ് കുമാർ, TV അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. BMS കുന്നംകുളം മേഖലാ പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് KV വിനോദ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷറർ SK സതീശൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവങ്കടം, ബിജു കാവിലക്കാട്, KK തിലകൻ, രാകേഷ് രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ഏനമക്കൽ പരിശുദ്ധ കർമ്മല മാതാവിന്റെ ഇടവകയിൽ വിശ്വാസ പരിശീലനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഫാദർ ടിജോ മുള്ളക്കര ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ തോമസ് ചുണ്ടൽ അധ്യക്ഷനായിരുന്നു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. മദർ സുപ്പീരിയർ സിസ്റ്റർ വത്സ ആൻഡോ, ഡീക്കൻ പ്രിൻസ് ആറുകാക്കൽ, ട്രസ്റ്റി KT സ്റ്റീഫൻ, PTA പ്രസിഡന്റ് EP ആന്റണി, KL ആൻഡ്രൂസ്, CR മാത്യൂസ്, പ്രിൻസിപ്പൽ KD ജോയ്, ജനറൽ കൺവീനർ ബിജോയ് പെരുമാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ MLAമാരായ NK അക്ബറിനും ഗീതാ ഗോപിക്കും സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് PB മുഹമ്മദ് യാസീൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, KPA റഷീദ് എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ വാഹനം കട്ടപ്പുറത്തായി വർഷങ്ങളായിട്ടും പുതിയ വാഹനം നൽകിയില്ല. ഇതോടെ വിവിധ ആവശ്യങ്ങൾക്ക് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ആരോഗ്യ പ്രവർത്തകർ. മുൻപുണ്ടായിരുന്ന വാഹനം ഇപ്പോൾ ആശുപത്രിയിൽ തുരുമ്പെടുക്കുകയാണ്. സർക്കാരിന്റെ വാഹനം 15 വർഷത്തിന് ശേഷം രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതാണ് പ്രശ്നം. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ വാഹനം അനുവദിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. കൺവീനർ സാബു ഐനൂർ, സുനിൽ നെടിയടത്ത്, രാജു അരുവായി, മോഹനൻ കടവാരത്ത്, CG ബേബി എന്നിവർ സംസാരിച്ചു. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കുന്നംകുളം ഏരിയ സമ്മേളനം നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. PG ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. MN മുരളീധരൻ, M ബാലാജി, PM സോമൻ, രാജീവ് മണികണ്ഠൻ, അഡ്വക്കേറ്റ് KG സന്തോഷ്, CK രവി എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ സാന്തോംപള്ളിയിലെ KCYM യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ശുഭ ചാക്കോ അധ്യക്ഷത വഹിച്ചു. മേജർ PJ സ്റ്റൈജു, നിജിൽ ജോസ്, CL ജോയൽ തുടങ്ങിയവർ സംസാരിച്ചു.
തിരുവനന്തപുരം കലാനിധി കൾച്ചറൽ ഹെറിറ്റേജിന്റെ 30ാം വാർഷികവും വിവിധ മേഖലകളിലെ പ്രതിഭകൾക്ക് പുരസ്കാര വിതരണവും നടന്നു. ഗുരുവായൂർ ടൗൺഹാളിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. കലാനിധി ചെയർപേഴ്സൺ ഗീത രാജേന്ദ്രൻ അധ്യക്ഷയായി. കവി പ്രഭാവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, പ്രശാന്ത് പഴയിടം, ഹേമ പ്രദീപ് തുടങ്ങി 50 പ്രതിഭകളെ ആദരിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, സൂര്യഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള അണ്ടർ 19 വോളിബോൾ ടൂർണമെന്റ് ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ മതിലകത്ത് സംഘടിപ്പിക്കും. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് തീരുമാനം. ടൂർണമെന്റിനായി കായികമന്ത്രി OJ ജനീഷ് മുഖ്യ രക്ഷാധികാരിയായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. കോസ്മോസ് പ്രസിഡന്റ് BK മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ET ടൈസൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ റോച്ച, CS രവീന്ദ്രൻ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, സെക്രട്ടറി സാലി ലൂയിസ്, കോർഡിനേറ്റർ ഹംസ വൈപ്പിപ്പാടത്ത് എന്നിവർ സംസാരിച്ചു. മൂന്നാമത് തൃശൂർ ജില്ലാ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീബ രാജേഷ് അധ്യക്ഷയായി. ഗ്രാപ്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി K വിഷ്ണു, സ്കൂൾ SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് ഹനീഫ, സെക്രട്ടറി KR വിഷ്ണു, മുൻ അത്ലറ്റ് KP അനാമിക തുടങ്ങിയവർ സംസാരിച്ചു. 5 വിഭാഗങ്ങളിലായി 150 മത്സരാർത്ഥികൾ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ തൈക്കാട് മേഖലാ കൺവെൻഷൻ നടന്നു. പാലുവായി വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ മണലൂർ ഏരിയ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ശ്രുതി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. CJ ബേബി, CV സുരേഷ്, KS പുഷ്പാകരൻ, KV സുമേഷ് എന്നിവർ സംസാരിച്ചു. ഇന്റർനാഷണൽ ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് ഫെഡറേഷനായ UIBFFന്റെ പ്രവർത്തനങ്ങൾ ഇനി സാംസ്കാരിക നഗരിയിലും. ജില്ലാ ഘടകത്തിന്റെ ലോഞ്ചിംഗ് തൃശൂരിൽ നടന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് ഫെഡറേഷനാണ് UIBFF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന യുണൈറ്റഡ് ഇന്റർ കോണ്ടിനെന്റൽ ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് ഫെഡറേഷൻ. ഫിറ്റ്നസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബോഡി ബിൽഡർമാർക്കും വേണ്ടിയുള്ള പരിശീലനങ്ങളും മത്സരങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഫെഡറേഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സംഘടനയുടെ സംസ്ഥാന ഘടകം ഏപ്രിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സംസ്ഥാനത്തെ ആദ്യ ജില്ലാ ഘടകം തൃശൂരിൽ ആരംഭിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന ലോഞ്ചിംഗ് ചടങ്ങ് MLA രാജൻ J പല്ലൻ ഉദ്ഘാടനം ചെയ്തു. ലോഗോ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. UIBFF സംസ്ഥാന പ്രസിഡന്റ് ക്ലീറ്റസ് പോൾ അധ്യക്ഷത വഹിച്ചു. മുൻ മിസിസ് കേരള ഡോക്ടർ റോമ S വാസ്വാനി, MR ഇന്റർനാഷണൽ ഫിറ്റ്നസ് സെന്റർ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് റാഫി എന്നിവർ വിശിഷ്ടാതിഥികളായി. UIBFF സംസ്ഥാന ചെയർമാൻ ഡോക്ടർ PV സുരേഷ്, ട്രഷറർ ജോബിൻ ജോസ്, സീനിയർ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് ഷാജഹാൻ അന്നിക്കര, ജഡ്ജസ് കമ്മിറ്റി ഹെഡ് ജിജു ജോർജ്, RMGO ഫിറ്റ്നസ് ഫൗണ്ടർ രാജൻ, ഇന്റർനാഷണൽ ബോഡി ബിൽഡർ ഷാൻ സാമ്രാട്ട് എന്നിവർ സന്നിഹിതരായി. UIBFF തൃശൂർ ചെയർമാനായി മുഹമ്മദ് റാഫിയെയും വനിതാ വിഭാഗം മേധാവിയായി ഡോക്ടർ റോമ S വസ്വാനിയെയും ചടങ്ങിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇന്ത്യ, ഏഷ്യ, വേൾഡ്, യൂണിവേഴ്സ് തല മത്സരങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ വരും നാളുകളിൽ സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി മിസ്റ്റർ തൃശൂർ ചാമ്പ്യൻഷിപ്പും നടക്കും. UIBFF സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ജനുവരി 30, 31 തീയതികളിൽ എറണാകുളത്ത് അരങ്ങേറും. തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും പുരോഹിതരെയും സ്ഥാപനങ്ങളെയും അവഹേളിക്കുന്നതിൽ പ്രതിഷേധിച്ച് മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ പ്രതിഷേധ റാലി നടത്തി. ഇടവക സംഘടനാ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി ഫാദർ ബാബു അപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ഏകോപന സമിതി കൺവീനർ CI പോൾ, അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി LC വിൻസെന്റ്, ഫൊറോന കൗൺസിൽ സെക്രട്ടറി CJ ജെയിംസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടിക്കര മാർ കുറുലോസ് ദേവാലയത്തിൽ എബ്രഹാം മാർ കുറുലോസ് വലിയ ബാവയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ശ്ലൈഹിക വാഴ്വും ധൂപ പ്രാർത്ഥനയും നടന്നു. ഇടവക വികാരി ഫാദർ തോമസ് കുര്യൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഫാദർ വർഗീസ് വാഴപ്പള്ളി, ഫാദർ മൈക്കിൾ G വർഗീസ്, ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പള്ളി എന്നിവർ പ്രദക്ഷിണത്തിൽ സംബന്ധിച്ചു.
വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ നെല്ലുവൈ ഗ്രാമീണ വായനശാല ആദരിച്ചു. അഖില കേരള മദ്ദളകേളി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ MA നിരഞ്ജൻ, 2ാം സ്ഥാനം ലഭിച്ച TJ അധർ, പരിശീലകൻ കലാമണ്ഡലം സുബീഷ് എന്നിവരെയും SSLC +2 വിജയികളെയുമാണ് ആദരിച്ചത്. വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ BC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CG ജോൺ, ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രസിഡന്റ് NB ബിജു, വായനശാല സെക്രട്ടറി അജു നെല്ലുവായി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ ഉമ്മൻചാണ്ടി എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് വിതരണവും വയോജനങ്ങളെ ആദരിക്കലും നടന്നു. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് VM ജോണി അധ്യക്ഷത വഹിച്ചു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉപഹാര സമർപ്പണം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, ഫാദർ ഡൊമിനിക് പിൻഹീറോ, TM നാസർ, പ്രിൻസി മാർട്ടിൻ, ES സാബു തുടങ്ങിയവർ സംസാരിച്ചു. കാനറ ബാങ്ക് റിട്ടയറീസ് ഫോറം ജനറൽ സെക്രട്ടറി A അജയന്റെ അനുസ്മരണ സമ്മേളനം തൃശൂരിൽ നടന്നു. ബെഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് C രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കാനറ ബാങ്ക് റിട്ടയറീസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV ജോർജ് അധ്യക്ഷത വഹിച്ചു. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആരംഭിച്ചു. ശാസ്താവിന് 108 കരിക്ക് അഭിഷേകത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രതിഷ്ഠാദിനത്തിന് മുന്നോടിയായുള്ള 24ാമത് ശ്രീശാസ്ത സംഗീതോത്സവം കർണാടക സംഗീതജ്ഞ മീര രാമോഹൻ ഉദ്ഘാടനം ചെയ്തു. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ അധ്യക്ഷത വഹിച്ചു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, മേളപ്രമാണി പെരുവനം സതീശന്മാരാർ, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ AP സുരേഷ് ബാബു, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, സമിതി ജോയിന്റ് സെക്രട്ടറി K സജീവ്, പ്രസിഡന്റ് M മനോജ് എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂരിൽ 76-കാരിയെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ബലാത്സംഗ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന പോലീസ്. കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് മദ്യപാന സദസ്സിലെ വെളിപ്പെടുത്തൽ. ആമ്പല്ലൂർ അടിപ്പാതയുടെ പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇളകിയ നിലയിൽ. പ്രശ്നത്തിൽ ഇടപെടാതെ ദേശീയപാത അതോറിറ്റി, ആശങ്കയിൽ പ്രദേശവാസികൾ. കുളവാഴയും ചണ്ടിയും നിറഞ്ഞ ചേറ്റുപുഴ KLDC കനാലിൽ ഒഴുക്ക് നിലച്ചു. അരിമ്പൂർ, മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന് ആശങ്ക. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് നിയന്ത്രണം വിട്ട ആംബുലൻസ് ഇടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.